സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിലെ കുട്ടികൾക്ക് നൽകുവാനുള്ള ഐ.ഡി. കാർഡ് ലിബ്രെഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. ക്ലബ്ബ് അംഗങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള card.ods എന്ന ഫയലിലും ഐ.ഡി. കാർഡിന്റെ മാതൃക ഇതേ ഫോൾഡറിലെ lk_card.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ ഐ.ഡി. കാർഡുകൾ ഒറ്റ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം. Prepare ID cards for the students of school Little Kites using mail merge technique in LibreOffice Writer. The details of club members are given in the exam documents folder in Home with the file name cards.ods and the sample ID card with the file name lkcard.ott in the same folder. Save the ID cards as a single file in exam folder in Home with your register number question number as its file name. ആദ്യം തുറക്കേണ്ട ഫയൽ lk_card.ott എന്നതാണ്. അത് തുറക്കുന്നതിനായി ഹോം ഫോൾഡർ തുറക്കുന്നു. അതിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. lkcard.ott എന്ന ഫയൽ ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഫയൽ ഇവിടെ മിനിമൈസ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യാം. ഫയലിനെ സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ചു വെക്കുന്നു. അടുത്തതായി തുറക്കുവാനുള്ളത് card.ods എന്ന ഫയലാണ്. മെയിൽ മെർജിൽ അത് തുറക്കുന്നത് ഇൻസെർട്ട് വഴിയാണ്. ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റാബേസ് ടാബ് സെലക്ട് ചെയ്തിരിക്കണം. അതുപോലെ ഇവിടെ മെയിൽ മെർജ് ഫീൽഡും സെലക്ട് ചെയ്തിരിക്കണം. ഇനി ഫയൽ തുറക്കാനായി ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. card.ods എന്ന ഫയൽ ഇവിടെയുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിവിടെ തുറന്നു വന്നു. ഇനി അതിന് ഇടതുഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള ആരോ മാർക്കിലും ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ പേര് ചേർക്കുന്നതിന് വേണ്ടി നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നെയിം എന്നത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി അഡ്മിഷൻ നമ്പറാണ്. അതിന് വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അഡ്മിഷൻ നമ്പർ എന്നുള്ളതും ഡ്രാഗ് ചെയ്ത് ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇനി ക്ലാസ് ആൻഡ് ഡിവിഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലാസ് ആൻഡ് ഡിവിഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് LK ബാച്ചാണ്. അതിന് മുന്നിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാച്ച് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫീൽഡ് ജാലകം ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ ഇവിടെ പ്രിൻ്റ് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിൻ്റർ എന്നത് മാറ്റിയിട്ട് ഇവിടെ ഫയൽ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്തിട്ടുണ്ടാകണം. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യാനുള്ള ഫോൾഡർ ഹോമിലെ എക്സാം ആണ്. എക്സാം സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഇതിനെ സേവ് ചെയ്യുന്നു. ഇവിടെ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഹോമിലെ എക്സാം തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. അത് തുറക്കുന്നു. ഐ.ഡി. കാർഡ് തയ്യാറായി കഴിഞ്ഞു.